ആനന്ദു. തൻ്റെ മുന്നിൽ ഒരു പുച്ഛച്ചിരിയോടെ നിൽക്കുന്ന ആനന്ദിനെ കണ്ടതും ആകാശിൻ്റെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. ആഹാ, അപ്പോൾ പ്രിയ സഹോദരൻ എൻ്റെ പേര് മറന്നിട്ടില്ല അല്ലേ? ആകാശിൻ്റെ അരികിലേക്ക് വന്ന് നിന്നുകൊണ്ടൊരു കളിയാക്കലോടെയുള്ള ആനന്ദിൻ്റെ ചോദ്യം കേട്ടതും ആകാശിൻ്റെ തല കുനിഞ്ഞു. അല്ല, പെങ്ങളുടെ അവസ്ഥ അറിഞ്ഞ് ആശ്വസിപ്പിക്കാൻ വന്ന ആങ്ങളയ്ക്ക് ഇതെന്തു പറ്റി? സ്നേഹസമ്പന്നനായ ആങ്ങളയെ പെങ്ങളടിച്ച് പുറത്താക്കിയോ? മാറിൽ കൈകൾ കെട്ടിയെന്ന പരിഹാസ ചിരിയുടെ ആനന്ദ് ചോദിച്ചതും അതിന് മറുപടി പറയാതെ ആകാശ് താഴേക്ക് പോകാൻ തുടങ്ങി. ഹ, അങ്ങനെയെങ്ങും പോകാതെ സഹോദര, എനിക്ക് പറയാനുള്ളത് മുഴുവനും ഒന്ന് പറഞ്ഞോട്ടെ. താഴേക്കുള്ള പടികളിറങ്ങാൻ തുടങ്ങിയ ആകാശിനെ തടഞ്ഞുകൊണ്ട് ആനന്ദ് പറഞ്ഞതും ആകാശ് മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. നിനക്കിപ്പോൾ എന്താ വേണ്ടത് ആനന്ദ്? എന്നെ എന്തിനാ നിങ്ങനെ ശല്യം ചെയ്യുന്നത്? ആനന്ദിൻ്റെ പ്രവൃത്തി ഇഷ്ടപ്പെടാതെ അവൻ ഈർഷ്യയോടെ ചോദിച്ചു. ഹ, അതെന്ത് ചോദ്യമാണ് ആകാശേ? ഞാൻ എൻ്റെ സഹോദരനോടൊന്ന് സംസാരിക്കാൻ വന്നതല്ലേ? അവൻ ചോദിച്ചതും ആനന്ദ് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു. നിനക്കെന്താ എന്നോട് സംസാരിക്കാനുള്ളത് എന്ന് എനിക്കറിയാം ആനന്ദു. അന്നത്തെ സംഭവത്തിൻ്റെ പേരിൽ എൻ്റെ പെങ്ങൾ എന്നോട് കാണിക്കുന്ന ഈ അവഗണന കണ്ട് നിനക്കെന്നെ പരിഹസിക്കണം. അതിനുവേണ്ടിയല്ലേ നീ ഇപ്പോൾ എൻ്റെ അരികിലേക്ക് വന്നത്? ആകാശ് ദേഷ്യത്തോടെ ചോദിച്ചതും ആനന്ദ് അവനെ നോക്കി പൊച്ചതോടെ ചിരിച്ചു. അവഗണിക്കപ്പെടുന്നതിൻ്റെ വേദന നിനക്കിപ്പം മനസ്സിലാകുന്നുണ്ട് അല്ലേ ആകാശ്? 3 വർഷങ്ങൾക്ക് മുൻപ് നിന്റെ ചതിയിലൂടെ മറ്റുള്ളവരുടെ മുന്നിൽ തെറ്റുകാരനായി മുദ്ര കുത്തുമ്പോഴും അവർക്ക് ഒരു നിമിഷം കൊണ്ട് എന്നെ അവഗണിച്ച് മാറി നിന്നപ്പോഴുമൊക്കെ എനിക്കും ഇതേ വേദന തന്നെയാണ് അനുഭവപ്പെട്ടത് ആകാശ്. ആനന്ദ് പറഞ്ഞതും ആകാശ് ദയനീയമായി അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. അനന്തു, ഞാൻ അവനെന്തോ പറയാൻ തുടങ്ങിയതും ആനന്ദ് തൻ്റെ ചുണ്ടിന് കുറുകെ ചൂണ്ടുവിരൽ വെച്ചുകൊണ്ട് അവനെ നിശബ്ദനാക്കി. ശബ്ദിക്കരുത് ആകാശ്. പഴയതിനൊന്നിനും കണക്കെടുപ്പ് നടത്താൻ വന്നതല്ല ഞാൻ. അതുകൊണ്ട് മാത്രം നീ ഇപ്പോൾ 2 കാലിൽ എഴുന്നേറ്റ് നിൽക്കുന്നു. ആനന്ദിൻ്റെ മൂർച്ചയേറിയ വാക്കുകളിൽ ആകാശ് ഒരു നിമിഷം നിസ്സഹതയോടെ നിന്നുപോയി. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറച്ച് ദിവസം ഞാനും എൻ്റെ ഭാര്യയും കുഞ്ഞും ഇവിടെ തന്നെ ഉണ്ടാകും. അന്നത്തെ പോലെ എന്തെങ്കിലും തറപ്പണിയുമായിട്ട് നീയും നിൻ്റെ പെങ്ങളും എൻ്റെ കൺമുന്നിലെങ്ങാനും വന്നാലുണ്ടല്ലോ, പച്ചയ്ക്ക് കത്തിക്ക് ഞാൻ രണ്ടിനെയും, പറഞ്ഞേക്കാം. ആകാശിനെ നോക്കിയൊരു താക്കീത് പോലെ പറഞ്ഞുകൊണ്ട് ആനന്ദം മുന്നോട്ട് നടന്നതും അവൻ്റെ വാക്കുകളിലെ തീഷ്ണതയിൽ ഒരു നിമിഷം വെന്തുരുക്കിയതുപോലെ ആകാശ് തറഞ്ഞു നിന്നുപോയി. ആനന്ദ് പുറത്തേക്ക് ഇറങ്ങിയതും അവൻ്റെ കണ്ണുകൾ ആ വീടിന് ചുറ്റും ഓടി നടന്നു. ഭക്ഷണം കഴിഞ്ഞ ശേഷം നന്ദുവിനെയും മോളെയും ഒന്ന് കാണാൻ കൂടെ കിട്ടിയിട്ടില്ല. വീടും പരിസരവും കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞുകൊണ്ട് നന്ദുവിനെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ് ആദി. അവനൊരു പുഞ്ചിരിയുടെ ഓർത്തുകൊണ്ട് ചുറ്റിനും വീക്ഷിച്ചു. പെട്ടെന്ന് അവൻ്റെ കണ്ണുകൾ മുറ്റത്തിൻ്റെ ഒരു കോണിൽ നിന്നുകൊണ്ട് ആദിയോടൊപ്പം ആ പരിസരം മുഴുവൻ വീക്ഷിക്കുന്ന നന്ദുവിൽ ചെന്ന് പതിച്ചതും അവ വല്ലാത്ത ഒരു തിളക്കത്തോടെ വിടർന്നു. ചുറ്റിനും കാണുന്ന ഓരോ കാഴ്ചയിലും ആകാംക്ഷയുടെ കണ്ണുകൾ പതിക്കുന്ന തൻ്റെ പെണ്ണിനെ അവനൊരു നിമിഷം നോക്കി നിന്നു. ഒരു വൈറ്റ് കുർത്തയും റെഡ് പലോസ പാൻറ്റുമാണ് അവളുടെ വേഷം. നീണ്ട മുടി കുളി കഴിഞ്ഞ് അഴിച്ചിട്ടിരിക്കുന്നു. മുഖത്ത് മേക്കപ്പ് എന്ന് പറയാൻ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കഴുത്തിൽ താൻ കെട്ടിയ താലിയും നെറുകയിൽ തൻ്റെ പേരുള്ള സിന്ദൂരവും മാത്രമുണ്ടായിരുന്നു. അവനൊരു പുഞ്ചിരിയോടെ ചുവരിലേക്ക് ചാരി നിന്നുകൊണ്ട് അവർ തന്നെ വീക്ഷിച്ചു കൊണ്ടിരുന്നു. പിന്നെയുണ്ടല്ലോ ചേച്ചി, ദേ ആ കാണുന്നതാണ് കുന്നുമല ദേവീക്ഷേത്രം. ദൂരെയുള്ള ഒരു മലമുകളിലായിട്ട് കാണുന്ന ക്ഷേത്രത്തിലേക്ക് ചൂണ്ടി കാണിച്ചുകൊണ്ട് ആദി പറഞ്ഞതും നന്ദുവിൻ്റെ കണ്ണുകളും അങ്ങോട്ട് നീണ്ടു. ഇവിടെ നിന്ന് നോക്കിയാൽ നല്ല ദൂരം തോന്നുമെങ്കിലും പിൻവശത്തെ ഇടവഴിയിൽ കൂടി പോകുമ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ടെത്തും. ആദിയുടെ വാക്കുകൾ കേട്ടതും നന്ദുവിൻ്റെ കണ്ണുകൾ ആകാംക്ഷയോടെ അങ്ങോട്ടേക്ക് നീണ്ടു. അവൾക്ക് ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോകണമെന്ന് തോന്നി. മുംബൈയിൽ എത്തിയ ശേഷം അവൾ അധികം ക്ഷേത്രങ്ങളിലേക്കൊന്നും പോകാറില്ലായിരുന്നു. ആനന്ദ് അവളെ വിടാറുണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാകും ശരി. അവനെ അവൾ കാണാൻ തുടങ്ങിയ നാൾ മുതൽ ഈശ്വര വിശ്വാസം ഇല്ലാത്തതുപോലെയായിരുന്നു അവൻ്റെ പെരുമാറ്റം. അതുകൊണ്ട് തന്നെ അവൻ്റെ ഇഷ്ടങ്ങളെ മാനിച്ചുകൊണ്ട് അവളും അധികം ക്ഷേത്രങ്ങളിലേക്ക് പോകാറില്ലായിരുന്നു. അവൾ ഓരോന്നും ഓർത്തുകൊണ്ട് ഒരു നിമിഷം ആ മനോഹരമായ കാഴ്ചകളിലേക്ക് തന്നെ നോക്കി നിന്നു. ഏട്ടത്തിക്ക് ആ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്താണെന്ന് അറിയോ? അവളുടെ ആകാംക്ഷയുടെ നോട്ടം കണ്ടും ആദ്യം അവളോടായി ചോദിച്ചു. ഇല്ല. ആദ്യയുടെ ചോദ്യം കേട്ട് നന്ദു ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് തലയാട്ടി കാണിച്ചു. വാ, പറഞ്ഞു തരാം. അതും പറഞ്ഞിട്ട് ആദ്യം അവളെയും കൂട്ടി സൈഡിലേക്ക് കെട്ടിപ്പൊക്കിയിരിക്കുന്ന വലിയ തിട്ടയുടെ മുകളിലേക്ക് കയറിയിരുന്നു. അതായത് ഈ കുന്നുമല ദേവീക്ഷേത്രം എന്ന പേര് വരാൻ തന്നെ പ്രധാന കാരണം ആ വലിയ മലയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമായതുകൊണ്ടാണ്. പണ്ട് ഏകദേശം 1000 വർഷങ്ങൾക്ക് മുൻപ് ഇവിടുത്തെ നാട്ടുരാജാവായിരുന്ന വീരസിംഹ മഹാരാജാവിൻ്റെ കാലം തൻ്റെ പ്രജകളെയെല്ലാം ഒരേ മനസ്സോടെ സ്നേഹിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു നൽകിയിരുന്ന ഉത്തമനായ രാജാവായിരുന്നു വീരസിംഹൻ. അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രിയായിരുന്ന വൈരമണി ദേവി പ്രസവത്തോടെ അമ്മ മരിച്ചുപോയ കുമാരിയെ വീരസിംഹൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കി വളർത്തി.
ആരും കണ്ണുവെച്ചു പോകുന്ന സൗന്ദര്യത്തിന് ഉടമയായിരുന്ന കുമാരി നല്ലൊരു നർത്തകി കൂടിയായിരുന്നു. നൃത്തകലയിൽ അവളെ തോൽപ്പിക്കാൻ ഈ 7 ലോകത്തും മറ്റാർക്കും കഴിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം. അങ്ങനെ ഇരിക്കെ ദേവിയുടെ 18ാം പിറന്നാളിൻ്റെ അന്ന് തന്നെ അവളെ സ്വയംവരം നടത്താൻ മഹാരാജാവ് തീരുമാനിക്കുന്നു. പല നാട്ടിൽ നിന്നും അവളെ വേൽക്കാനായി രാജകുമാരന്മാർ എഴുന്നള്ളി. എന്നാൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞത് വയസ്സറിച്ച നാൾ മുതൽ തൻ്റെ പ്രണയമായിരുന്ന ഹീരവാണി നാട്ടിലെ ദേവദത്ത രാജകുമാരൻ്റെ മുഖത്തേക്കായിരുന്നു. ആയുധകലകളിൽ അഗ്രഗണ്യനായ ദേവദത്തിനെ വേൽക്കാൻ കുമാരിക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അനുയോജ്യനായ കുമാരനെ തന്നെ തൻ്റെ മകൾ തിരഞ്ഞെടുത്തു എന്ന സന്തോഷത്തിൽ വീരസിംഹ മഹാരാജാവൻ അതീവ സന്തോഷത്തോടെ നിരവധി സമ്മാനങ്ങൾ നൽകിക്കൊണ്ട് അവരെ ഹീരവാണി ദേശത്തേക്ക് യാത്രയയച്ചു. എന്നാൽ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. യാത്രാമധ്യേ കൊള്ളക്കാർ അവരെ ആക്രമിച്ച് അവിടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ അപഹരിക്കുകയും കുമാരി ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. തൻ്റെ വാൾമുനയിൽ നിരവധി കൊള്ളക്കാരുടെ തല കൊയ്യാൻ ദേവദത്തിന് കഴിഞ്ഞുവെങ്കിലും തൻ്റെ പ്രിയ പത്നിയെ രക്ഷിക്കാൻ കഴിയാത്ത വിഷമത്തിൽ ദേവദത്തൻ ആത്മഹത്യ ചെയ്തു. എന്നിട്ട് ആദ്യം പറയുന്നതെല്ലാം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന നന്ദു അവളെ നോക്കി സങ്കടത്തോടെ ചോദിച്ചു, എന്നിട്ടെന്താ? 7 നാൾ കഴിഞ്ഞപ്പോൾ ഈ വൈരമണി ദേവി ഒരു രക്തരക്ഷസായി മാറിയെന്നും അതുവഴി പോകുന്ന ഓരോ മനുഷ്യരെയും കൊന്ന് ചോര കുടിക്കുമെന്നും ഒക്കെയായിരുന്നു കേട്ടുകേൾവി. പിന്നെ എന്തൊക്കെയോ മഹാമാന്ത്രികർ വന്ന് 41 ദിവസത്തെ ഹോമം നടത്തി വൈരമണി തളച്ച ദേവിയെ ആവാഹിച്ച് ആ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിൽ കൊടിയിരുത്തിയത്രേ. ഇതാണ് കുന്നുമല ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ആദ്യം ഒരു നെടുവീർപ്പോടെ പറഞ്ഞു നിർത്തിയതും നന്ദുവിൻ്റെ കണ്ണുകൾ ആ ക്ഷേത്രത്തിലേക്ക് നീണ്ടു. പാവം വൈരമണി, അത്രമേൽ പ്രണയിച്ചിട്ടും അവർക്കൊന്നിക്കാൻ സാധിച്ചില്ലല്ലോ. നന്ദു വേദനയോടെ ഓർത്തുകൊണ്ട് ആ കുന്നിൻ മുകളിലേക്ക് തന്നെ നോക്കി നിന്നു. എന്താണിവിടെ? നാത്തൂനും കൂടി ഒരു രഹസ്യ സംഭാഷണം. പിന്നിൽ നിന്നും ആനന്ദിൻ്റെ ശബ്ദം കേട്ടതും അവർ ഇരുവരും തിരിഞ്ഞു നോക്കി. ആനന്ദിനെ കണ്ടതും നന്ദുവിൻ്റെ മുഖം വിടർന്നു. അവളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി തെളിഞ്ഞു. ആഹാ, ഏട്ടൻ ഇത് എപ്പോൾ വന്നു? അവനെ കണ്ടതും ആദ്യം അവൻ്റെ കയ്യിൽ ചുറ്റി പിടിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനിപ്പോൾ ഇങ്ങോട്ട് വന്നതേ ഉള്ളടി കാന്താരി. അപ്പോഴാ രണ്ടും കൂടെ നിന്നും എന്തോ കുശിക്കുന്ന കണ്ടത്. അവനുള്ള തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് പറഞ്ഞതും ആദ്യം അവനെ നോക്കി മുഖം വീർപ്പിച്ചു. അല്ല, 2 പേർക്കും കൂടെ ഇവിടെ എന്താ പരിപാടി? ആദിയുടെ വീർപ്പിച്ചിരിക്കുന്ന കവിളിൽ ഒരു കുഞ്ഞു കുത്തു കൊടുത്തുകൊണ്ട് അവൻ ചോദിച്ചതും അവൾ അവൻ്റെ വയറ്റിൽ കൈമുട്ടുകൊണ്ട് ചെറുതായി നീടിച്ചു. ആവു, എന്താടി കാന്താരി, നിന്നെ ഇടിച്ച് കൊല്ലുവോ? അവൻ വയറ്റിൽ തടവിക്കൊണ്ട് ചോദിച്ചതും അവൾ അവനെ നോക്കിയൊന്ന് ഇളിച്ചു കാണിച്ചു കൊടുത്തു. അവളുടെ കളിച്ചിരികൾ കണ്ടതും നന്ദുവിൻ്റെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു. ഞാൻ ഏട്ടത്തിക്ക് നമ്മുടെ കുന്നുമല ദേവി ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പറഞ്ഞു കൊടുക്കുകയായിരുന്നു. ഏട്ടത്തിക്ക് അവിടേക്കൊന്ന് പോയാൽ കൊള്ളാമെന്നുണ്ട്, അല്ലേ ഏട്ടത്തി? ആനന്ദിനെ നോക്കിക്കൊണ്ട് ആദ്യം പറഞ്ഞതും അവന് നീട്ടി ചുളിഞ്ഞു. അതെന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? അവൻ നന്ദുവിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചതും അവൾ മുഖം കുനിച്ച് നിന്നേയുള്ളൂ. അതിനിപ്പോൾ എന്താ ഏട്ടാ, ക്ഷേത്രത്തിൽ പോകുന്നത് നല്ല കാര്യമല്ലേ? ആദ്യം പറഞ്ഞ് കേട്ടുവെങ്കിലും അവൻ്റെ നോട്ടം നന്ദുവിന് നേർക്കായിരുന്നു. അത് പിന്നെ ആ ക്ഷേത്രത്തെപ്പറ്റി ആദ്യം പറഞ്ഞപ്പോൾ കാണാനൊരു കൊതി. അവൻ്റെ മുഖഭാവം കണ്ടതും അവളൊരു നെടുവീർപ്പോടെ പറഞ്ഞു. ഇപ്പോൾ അങ്ങോട്ടൊന്നും പോവണ്ട, പ്രത്യേകിച്ച് പിൻവശത്തെ ഇടവഴിയിൽ കൂടി. അല്ലെങ്കിൽ തന്നെ അവിടെ ആകെ കാട് പിടിച്ച് വഴി ഏതെന്ന് പോലും അറിയാതെ കിടക്കുക. നിനക്ക് പോകണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ കുറച്ച് ദിവസം മെയിൻ റോഡിലൂടെ ഞാൻ കൊണ്ടുപോകാം. എന്താ, അതുപോരെ? ആനന്ദ് പറഞ്ഞതും നന്ദു സംശയത്തോടെ അവനെ ഒന്ന് നോക്കി. ശേഷം അവനെ അനുകൂലിച്ചുകൊണ്ട് തലയാട്ടി കാണിച്ചു. മോളെവിടെ? മോള് അപ്പച്ചിരി അടുത്താ, അച്ഛമ്മയെ ചുറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ആനന്ദിൻ്റെ ചോദ്യത്തിന് മറുപടി നൽകിയത് ആദിയായിരുന്നു. അതിലൊന്ന് മൂളിയ ശേഷം അവൻ നന്ദുവിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അകത്തേക്ക് നടന്നതും ഒരു നെടുവീർപ്പോടെ ആദ്യം അവിടെ പിന്നാലെ നടന്നു. എന്നാൽ ഇതെല്ലാം മുകളിലത്തെ ബാൽക്കണിയിലും നോക്കിക്കൊണ്ട് നിന്ന ആവണിയുടെ കണ്ണിൽ നിന്നും 2 തുള്ളി കണ്ണുനീർ അടർന്നു വീണത് അവളിൽ നിന്നും അല്പം മാറി നിന്നിരുന്ന ആകാശിൻ്റെ കണ്ണുകളിൽ പതിഞ്ഞു. ഇല്ല മോളെ, ഇനി നിന്റെ കണ്ണുകൾ നിറയാൻ നിന്റെ ഏട്ടനെ ഒരിക്കലും അനുവദിക്കില്ല. അതിനുവേണ്ടി ഈ ആകാശ് എന്തും ചെയ്യും. അവൻ അവളെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് അവനെന്ത് തീരുമാനിച്ചുറപ്പിച്ചതുപോലെ തിരിഞ്ഞു നടന്നു. കട്ടിലെ ഹെഡ് റെസ്റ്റിലേക്ക് ചാരിയിരിക്കുകയായിരുന്ന ആവണിയുടെ മനസ്സിൽ നിറയെ നന്ദുവിനെ ചേർത്ത് പിടിച്ചിരുന്ന ആനന്ദിൻ്റെ മുഖമായിരുന്നു. അവളെ നോക്കി ചിരിക്കുമ്പോഴും അവളോട് ദേഷ്യപ്പെടുമ്പോഴുമൊക്കെ അവൻ്റെ മുഖത്ത് അവളുള്ള പ്രണയം തെളിഞ്ഞു കാണാമായിരുന്നു. എന്നാൽ ഒരിക്കൽ പോലും തന്നെ നോക്കുന്ന അവൻ്റെ കണ്ണുകളിൽ തനിക്ക് കാണാൻ സാധിക്കാത്തതും അതുതന്നെയായിരുന്നു. അല്ലെങ്കിൽ തന്നെ അവന് തന്നോട് ഒരിക്കൽ പോലും പ്രണയമെന്ന വികാരം തോന്നിയിരുന്നില്ലല്ലോ. അവളൊരു നെടുവീർപ്പോടെ ഓർത്തുകൊണ്ട് കണ്ണുകൾ മുറുക്കി അടച്ചിരുന്നു. അന്ന് അങ്ങനെ ഒരു ചതി ഏട്ടൻ ചെയ്തില്ലായിരുന്നുവെങ്കിൽ താനും അനന്തവേട്ടൻ തമ്മിലുള്ള വിവാഹം നടക്കുമായിരുന്നു. അങ്ങനെ സംഭവിച്ചിരുന്നുവെങ്കിൽ
പതിയെങ്കിലും അനന്തുവേട്ടൻ തന്നെ സ്നേഹിക്കുകയും ഭാര്യയെ അംഗീകരിക്കുകയും ചെയ്തേനെ. അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണുനീർ വാർത്തുകൊണ്ടിരുന്നു. ആ നിമിഷം അവളുടെ മനസ്സിലേക്ക് അവളുടെ കല്യാണ ദിവസം കടന്നു വന്നു. ശ്രീയേട്ടൻ. ആവണിയുടെ അമ്മ ഗായത്രിയുടെ സഹോദരൻ ഗിരിയുടെ മകനാണ് ശ്രീനാഥ്, അതായത് ആവണിയുടെ മുറച്ചെറുക്കൻ. നല്ല ആളാ. കല്യാണത്തിന് 2 ദിവസം മുന്നേ വരണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ആണോ വരുന്നത്? അവനെ നോക്കി അവൾ കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ അവളെ കവിളൊന്ന് തട്ടി. കുറച്ച് അത്യാവശ്യമുണ്ടായിരുന്നു ആവണി. അവൻ പറഞ്ഞതും അവൾ അവനെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും താഴ്ന്നും ഗായത്രിയുടെ വിളി വീണ്ടും കേട്ടു. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഏട്ടാ, ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ സമയമായി. അവൾ പറഞ്ഞതും അവനൊരു പുഞ്ചിരിയോടെ തലയാട്ടി. അപ്പോഴേക്കും അവൾ സ്റ്റെപ്പുകൾ ഓടിയിറങ്ങി താഴേക്ക് പോയിരുന്നു. അവൾ പോകുന്നത് ഒരു നിമിഷം നോക്കിയെന്ന ശ്രീനാഥ് ഫ്രണ്ട് ഡോറിന് അരികിലായിട്ട് നിൽക്കുന്ന ആകാശിനെ നോക്കി അർദ്ധഗർഭമായി ചിരിച്ചതും അവൻ്റെ ചുണ്ടിലും അതേ പുഞ്ചിരി തെളിഞ്ഞു നിന്നു. നിമിഷങ്ങൾ കടന്നുപോയതും എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിക്കൊണ്ട് ആവണി ഓഡിറ്റോറിയത്തിലേക്ക് പുറപ്പെടാനായിട്ട് ഇറങ്ങി. വരനും വധുവും ഒരേ വീട്ടിൽ നിന്നും ഇറങ്ങണ്ടെന്ന് ജോത്സ്യൻ പറഞ്ഞതുകൊണ്ട് തന്നെ ആനന്ദ് അവൻ്റെ അച്ഛൻ്റെ തറവാട്ടിൽ നിന്നുമാണ് പുറപ്പെട്ടത്. ആവണി കാറിലേക്ക് കയറിയതും ആകാശ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി ഡോർ അടച്ചു. നിമിഷങ്ങൾക്കകം അവിടെ വണ്ടി ആ വലിയ ഗേറ്റ് കടന്ന് ഓഡിറ്റോറിയം ലക്ഷ്യമാക്കി പാഞ്ഞു. മണ്ഡപത്തിലിരുന്ന ആനന്ദിൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു നിസ്സഹത തെളിഞ്ഞു നിന്നിരുന്നു. ഒരിക്കലും സഹോദരിയായി കാണേണ്ടവളെ ഇനി മുതൽ ഭാര്യയെ കാണേണ്ടത് എങ്ങനെയെന്ന് അവന് എത്രയ്ക്ക് ആലോചിച്ചിട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ആവണി ഒരു തരത്തിലും അവന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു സത്യം. തൻ്റെ ഇങ്ങനൊരു നിസ്സഹാവസ്ഥയിൽ കൊണ്ടെത്തിച്ച ആവണിയോട് അവന് വല്ലാത്ത ദേഷ്യം തോന്നി. എങ്ങനെയെങ്കിലും ഈ വിവാഹമൊന്നും മുടങ്ങിയിരുന്നുവെങ്കിലെന്ന് അവൻ അതിയായി ആഗ്രഹിച്ചു. അതിനുവേണ്ടി അവൻ അറിയാത്ത ദൈവങ്ങളെപ്പോലും വിളിച്ചു പ്രാർത്ഥിച്ചു. അല്പസമയം കഴിഞ്ഞതും നാദസ്വരത്തിൻ്റെ അകമ്പടിയോടെ കയ്യിൽ താലവുമേന്തി സ്വർണ്ണാഭരണ വിഭൂഷിതയായി തനിക്കരികിലേക്ക് നടന്നു വരുന്ന ആവണി അവൻ വലിഞ്ഞു മുറുകിയ മുഖത്തോടെ നോക്കിയിരുന്നു. തൻ്റെ അരികിലായി നടന്നു വന്ന ആവണിയെ രൂക്ഷമായി ഒന്ന് നോക്കിയ ശേഷം ആനന്ദം മുന്നിലേക്ക് നോക്കിയിരുന്നു. അവൻ്റെ നോട്ടത്തിലൊന്ന് പതറിയെങ്കിലും പതിയെല്ലാം ശരിയാകുമെന്ന ആത്മവിശ്വാസത്തിൽ ആവണി ഒരു പുഞ്ചിരിയോടെ സദസ്സിനെ വണങ്ങിക്കൊണ്ട് ആനന്ദിൻ്റെ അരികിലായിരുന്നു. താലി കെട്ടിക്കോളൂ. പൂജാരിയുടെ ശബ്ദം കേട്ടതും ആനന്ദ് കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് ഒരു ദീർഘശ്വാസം എടുത്തു. ശേഷം വരുന്നത് പോലെ വരട്ടെ എന്ന തീരുമാനത്തിൽ മുന്നിലിരുന്ന താഴത്തിൽ നിന്നും അവൻ്റെ പേര് കുത്തിയ ആറിലെ താലി കയ്യിലേക്കെടുത്തു. ആദിവ സന്തോഷത്തോടെ കണ്ണുകൾ മുറുക്കി അടച്ച് കൈകൾ കൂപ്പി തൻ്റെ താലിക്കൈ തല കുനിച്ചിരിക്കുന്ന ആവണിയൊന്ന് നോക്കിക്കൊണ്ട് അവനുള്ള കഴുത്തിലേക്ക് താലി കെട്ടാനായി കൈകൾ നീട്ടിയതും ഓഡിറ്റോറിയത്തിലേക്ക് കയറി വരുന്ന ഒരു പറ്റം പോലീസ് ഓഫീസറിനെ കണ്ട് അവനെ നീട്ടിച്ചൊളിഞ്ഞു. മിസ്റ്റർ ആനന്ദ് വർമ്മ, യു ആർ അണ്ടർ അറസ്റ്റ്. മുന്നിൽ വന്ന് നിൽക്കുന്ന പോലീസ് ഓഫീസറിൻ്റെ വാക്കുകൾ കേട്ടതും ആനന്ദ് ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു. മറ്റുള്ളവരും ഒരു നിമിഷം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നുപോയി. വാട്ട്? അറസ്റ്റോ? എന്തിന്? അതിന് ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? ആദ്യത്തെ പകപ്പ് മാറിയതും ആനന്ദ് പോലീസ് ഓഫീസറോട് ചോദിച്ചു. അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാം. ഇപ്പോൾ നിങ്ങൾ ഞങ്ങളോട് സഹകരിക്കുന്നതാണ് നല്ലത്. അവൻ്റെ ചോദ്യം കേട്ടതും ഇൻസ്പെക്ടർ ഗൗരവത്തോടെ പറഞ്ഞു. നോ സാർ, അത് നടക്കില്ല. ഇന്ന് എൻ്റെ മകൻ്റെ വിവാഹം നടക്കുന്ന ദിവസമാണ്. അതുകൊണ്ട് തന്നെ അവൻ്റെ വിവാഹം മുടക്കി അവനെ ഇവിടെ നിന്നും കൊണ്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥ കണം ഞങ്ങൾക്കറിയണം. അതുവരെ മിണ്ടാതെ നിന്ന മാധവൻ തൻ്റെ മകൻ്റെ അവസ്ഥ മനസ്സിലാക്കി മുന്നോട്ട് കയറി വന്ന് പറഞ്ഞതും എസ് ഐ അയാളെ ഒന്ന് നോക്കി. ഓക്കെ, ഇന്നിവിടെ ഇങ്ങനെ ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ടും ഒരു പെൺകുട്ടിയുടെ ജീവിത പ്രശ്നമായതുകൊണ്ടും മാത്രം കാര്യങ്ങൾ ഞാൻ വിശദമായി പറയാം. അതും പറഞ്ഞുകൊണ്ട് അയാൾ കയ്യിലുണ്ടായിരുന്ന ഒരു പേപ്പർ എടുത്ത് അവരെ നേരെ കാണിച്ചു. ഈ നിൽക്കുന്ന ആനന്ദ് വർമ്മ ജോലി ചെയ്യുന്ന ലക്ഷ്മി ഇൻഡസ്ട്രീസിലെ ചില സീക്രട്ടായിട്ടുള്ള രേഖകൾ മറ്റൊരു കമ്പനിക്ക് ചോർത്തിക്കൊടുത്തു എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പരാതിയാണിത്. എസ് ഐ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ ആനന്ദിനെ നോക്കി. ആനന്ദ് ആ നിമിഷം പകച്ചു നിൽക്കുകയായിരുന്നു. സർ, ഈ ലക്ഷ്മി ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ തന്നെ കമ്പനിയാണ്. ആനന്ദ് എന്തിന് സ്വന്തം കമ്പനിയെ തന്നെ ചതിക്കാൻ ശ്രമിക്കണം? ആദ്യത്തെ പകപ്പ് മാറിയതും ജയകൃഷ്ണൻ എസ് ഐയുടെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അതിനെക്കുറിച്ചൊക്കെ ആനന്ദാണ് മറുപടി പറയേണ്ടത്. പറയൂ ആനന്ദ്, എന്തിനു വേണ്ടിയാണ് നിങ്ങൾ സ്വന്തം കമ്പനിയെ ചതിക്കാൻ ശ്രമിച്ചത്? എസ് ഐ ആനന്ദിനെ നോക്കിക്കൊണ്ട് ഗൗരവത്തോടെ ചോദിച്ചു. നോ സർ, ഞാനത് ചെയ്തിട്ടില്ല. ഇത് തികച്ചും കള്ളക്കേസാണ്. ഞാനങ്ങനെ ഒരു കാര്യം അറിഞ്ഞിട്ട് പോലുമില്ല. എസ് ഐ പറഞ്ഞത് കേട്ടതും അവൻ ഞെട്ടലോടെ മറുപടി പറഞ്ഞു. തെളിവുകളുണ്ട് മിസ്റ്റർ ആനന്ദ്. അതും പറഞ്ഞുകൊണ്ട് അയാളൊരു ഫയൽ ആനന്ദിനെ കാണിച്ചു. ഇത് നിങ്ങൾ ലക്ഷ്മി ഇൻഡസ്ട്രീസിന് വേണ്ടി ചെയ്യാനിരുന്ന പ്രൊജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങിയ ഫയലാണ്. ഇതിൽ കണ്ണ സൈൻ നിങ്ങളുടെ തന്നെയല്ലേ? എസ് ഐ ചോദിച്ചതും അവൻ്റെ കണ്ണുകൾ ആ ഫയലിലേക്ക് നീണ്ടു. ശേഷം മതി എന്ന രീതിയിൽ തലയാട്ടി കാണിച്ചു. ഓക്കെ, അപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയറായി കാണുമല്ലോ. നിങ്ങൾ സൈൻ ചെയ്ത ഈ ഫയൽ എനിക്ക് കിട്ടിയത് ലക്ഷ്മി ഗ്രൂപ്പ്സിൻ്റെ ശത്രുക്കളായ VM ഇൻഡസ്ട്രീസിൽ നിന്നുമാണ്.
എസ് ഐയുടെ വാക്കുകൾ കേട്ടതും ഒരു നിമിഷം ഭൂമി പിളർന്ന് താഴേക്ക് പോയിരുന്നെങ്കിലെന്ന് ആനന്ദ് ആഗ്രഹിച്ചു പോയി. കാരണം 2 ദിവസങ്ങൾക്ക് മുൻപ് തൻ്റെ കയ്യിലിരുന്ന ഈ ഫയൽ ആകാശിനെ നോക്കാനെന്നും പറഞ്ഞുകൊണ്ട് തൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ടു പോയത് ആവണിയായിരുന്നു. അവൾ തല കുനിച്ച് ആവണിയെന്ന് നോക്കി. കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ നിന്ന ആവണി ആനന്ദിൻ്റെ നോട്ടം കണ്ടതും അറിയാതെ തല കുനിച്ച് നിന്നു. ഇത് മാത്രമല്ല മിസ്റ്റർ ആനന്ദ്, നിങ്ങൾക്കെതിരെ ഇങ്ങനൊരു പരാതി തന്നത് ലക്ഷ്മി ഇൻഡസ്ട്രീസിൽ തന്നെ CEO ആയ മിസ്റ്റർ ആകാശ് വർമ്മയാണ്. SI പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ ആകാശിനെ നോക്കി. അവനൊന്നും മിണ്ടാതെ തല കുനിച്ച് നിൽക്കുകയായിരുന്നു. ആനന്ദ് ഇനിയൊന്നും മിണ്ടാനില്ല എന്നതുപോലെ തല കുനിച്ച് നിന്നതേയുള്ളൂ. അപ്പോൾ ഇനി എല്ലാ കാര്യങ്ങളും മനസ്സിലായ സ്ഥിതിക്ക് മിസ്റ്റർ ആനന്ദ് ഞങ്ങളോട് സഹകരിക്കണം. SI പറഞ്ഞു കഴിഞ്ഞതും ആനന്ദ് തിരിഞ്ഞ് ആവണിയെന്ന് നോക്കി. ശേഷം വലിഞ്ഞു മുറുകിയ മുഖത്തോടെ അവളുടെ അരികിലേക്ക് ചെന്നു. എന്തിനു വേണ്ടി നീ നിൻ്റെ ആങ്ങളെയും കൂടെ ഇങ്ങനൊരു ചതി എന്നോട് ചെയ്തെന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷേ ഇത് ഇപ്പോൾ എനിക്കൊരു അനുഗ്രഹമായിട്ടാണ് തോന്നിയത്. കാരണം ഇന്ന് ഇവിടെ ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നുവെങ്കിൽ നിന്നെപ്പോലെ ഒരു തിടക്കഴുത്തിൽ എനിക്ക് താലി കെട്ടേണ്ടി വന്നേനെ. എന്തായാലും മുഹൂർത്തത്തിന് തൊട്ടു മുന്നേ തന്നെ ഇതൊക്കെ സംഭവിച്ചല്ലോ, മഹാഭാഗ്യം. അവൾ നോക്കി പല്ലിഞ്ഞിരിച്ചുകൊണ്ട് പതിഞ്ഞ സ്വരത്തിൽ അവൻ പറഞ്ഞതും അവളിൽ നിന്നും ഒരു ഏങ്ങൽ പുറത്തേക്ക് വന്നു. അനന്തുവേട്ടാ, എനിക്കൊന്നും അറിയില്ല. അവൾ എന്തോ പറയാൻ തുടങ്ങിയതും അവൻ കൈയെടുത്ത് അവളെ തടഞ്ഞു. ഇല്ല ആവണി, ഇനി എൻ്റെ ജീവിതത്തിൽ നീയില്ല. ഇനി നീ എൻ്റെ കൺമുന്നിൽ പോലും കണ്ടേക്കരുത്. വർദ്ധിച്ച ദേഷ്യത്തോടെ അവളെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് അവൻ വേഗം പോലീസുകാരുടെ അരികിലേക്ക് നടന്നു. പോകാം സാർ, SI നോക്കി പറഞ്ഞിട്ട് അവൻ മുന്നോട്ട് നടന്നു. ഒരു കുറ്റവാളിയെ പോലെ തലയും കുനിച്ചുകൊണ്ട് പോലീസുകാരോടൊപ്പം നടന്നു പോകുന്ന ആനന്ദിനെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളോടെ ആവണി നോക്കി നിന്നു. ഓർമ്മയിലും തിരികെ വന്നതും സഹിക്കാൻ കഴിയാത്ത വേദനയോടെ അവൾ പൊട്ടിക്കരഞ്ഞു പോയി. അറിയാതെ ചെയ്തു പോയ ഒരു തെറ്റിന് ഇത്രയും വലിയൊരു ശിക്ഷ എനിക്ക് തരണമായിരുന്നു അനന്തുവേട്ടാ. സഹിക്കാൻ കഴിയുന്നില്ല ഈ വേദന. കരച്ചിലിനിടയിൽ അവൾ ഓരോന്നും പിറുപിറുത്തു കൊണ്ടിരുന്നു. നിമിഷങ്ങൾ കടന്നു പോകുന്തോറും അവളുടെ കരച്ചിലെ ശബ്ദം കുറഞ്ഞു കുറഞ്ഞു വന്നു. പതിയെ അത് ഏങ്ങലടിയായും പിന്നെ നിശബ്ദമായ തേങ്ങലുകളായും മാറി. ആവണി. പെട്ടെന്ന് വാതിൽ മുട്ടിയുള്ള സ്ത്രീയുടെ ശബ്ദം കേട്ടതും ആവണി ഞെട്ടലോടെ കട്ടിൽ നിന്ന് മുഖമുയർത്തി നോക്കി. ആവണി, വാതിൽ തുറക്കുമോളെ. അകത്തുനിന്നും യാതൊരു ശബ്ദവും കേൾക്കുന്നില്ലെന്ന് കണ്ടതും ശ്രുതി അല്പം ഭയത്തോടെ അവളെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ദാ വരുന്നു ഏട്ടത്തി, ഒരു 5 മിനിറ്റ്. ശ്രുതിയുടെ ശബ്ദത്തിലെ ഭയം മനസ്സിലായതും ശബ്ദത്തിലെ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് ആവണി അകത്തുനിന്നും വിളിച്ചു പറഞ്ഞു. അകത്തുനിന്നും ആവണിയുടെ ശബ്ദം കേട്ടതും ശ്രുതി ആശ്വാസത്തോടെ താഴേക്ക് പോയി. ശ്രുതി പോയെന്ന് മനസ്സിലായതും ആവണി ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് നടന്നു. അപ്പോഴും അവളുടെ മനസ്സ് നിറയെ നന്ദുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്ന ആനന്ദിൻ്റെ മുഖമായിരുന്നു.